അതായത് നമുക്ക് എനർജി ട്രാൻസ്ഫോർമേഷനാണ് അടുത്ത ടോപ്പിക്ക്. എന്താ? വി ക്യാൻ ലൈറ്റ് എ ബൾബ് യൂസിങ് ഇലക്ട്രിസിറ്റി അല്ലേ? ഡോണ്ട് വി പമ്പ് ദി വാട്ടർ യൂസിങ് മോട്ടർ പമ്പ്? അതെ, നമുക്ക് വെള്ളം അടിക്കാൻ പറ്റും നമ്മുടെ മോട്ടർ വെച്ചിട്ട് പറ്റും. ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്ക് ബൾബും കത്തിക്കാൻ പറ്റും. വി ക്യാൻ സീ ദീസ് ഇൻ അവർ ഡെയിലി ലൈഫ്. എനർജി ക്യാൻ ബി കൺവേർട്ടഡ്. ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയി മാറി ലൈറ്റ് കത്തിയപ്പോൾ. ഡോണ്ട് വി യൂസ് എ വെറൈറ്റി ഓഫ് മെഷീൻസ് ടു മേക്ക് ഇറ്റ് ഈസിയർ? റൈറ്റ് ഡൗൺ ദി നെയിംസ് ഓഫ് സം മെഷീൻസ് വിച്ച് ആൻഡ് എനർജി കൺസർവ്ഡ് ഇൻ ദം. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടർ നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് മോട്ടർ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് മോട്ടർ കറങ്ങുമ്പോൾ എന്താണ്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് അത് മാറണത്. പിന്നെ നമ്മൾ പെട്രോൾ കാർ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ എനർജിയിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യാണ് ചെയ്യണത്. കാർ മൂവ് ചെയ്യുമ്പോൾ മോഷൻ കൈനറ്റിക് എനർജി ആയിട്ടാണ് മാറണത്. അതുപോലെ നമ്മുടെ ജനറേറ്റർ എടുക്കാമെന്ന് വിചാരിക്കുക. ജനറേറ്ററിന് എന്താ പറയണത്? ജനറേറ്റർ അതിന് ലാസ്റ്റ് നമുക്ക് എന്താ ജനറേറ്റ് ചെയ്യണത്? ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടണത്? ഇലക്ട്രിക്കൽ എനർജിയാണ് കിട്ടണത്. മോട്ടറാണെന്ന് വെച്ചാൽ മോട്ടർ